ஹலோ கைஸ், வெல்கம் பேக் டு another வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம திலீப் ஏட்டனோட கொச்சிராஜ் மூவி தான் சீன் இன்ட்ரோ இன்னைக்கு வந்து ரியாக்ட் பண்ண போகிறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா கொச்சிராஜ்லேருந்து ஒரு 2 நினைக்கிறேன், 3 சீனாக இது வந்து நம்ம ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். சரி, கொச்சிராஜ் வந்து நிறையா சப்ஸ்கிரைப் வந்து பார்த்தீங்கன்னா ஃபுல் மூவி வந்து ரியாக்ட் பண்ண சொன்னாங்க. நம்ம வந்து அப்போ வந்து சரி நான் அப்புறமே வந்து பண்ணுறோம் அப்படின்னு சொல்லிட்டு வந்து பார்த்தீங்கன்னா ஸ்கிப் பண்ணியாச்சு. சரி, இப்போ வந்து ஃபுல் மூவி வந்து ரியாக்ட் பண்ணலாம் அப்படின்னு சொல்லிட்டு ஒரு ஐடியா. நம்ம என்னென்ன சீன் வந்து பண்ணியிருக்கோமோ அந்த சீன் வந்து கட் பண்ணிட்டு மீது எல்லா சீனுமே வந்து ரியாக்ட் பண்ணிடலாம். ஃபஸ்ட்டு போய் வீடியோக்களை போய் பார்ப்போம். வீடியோக்களை போய் பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். வீடியோக்களை பார்த்துக்கு முன்னாடி இன்னும் நீங்கள் யார் நம்ம சேனல் சப்ஸ்கிரைப் பண்ணலாம், கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். மறக்காம இந்த வீடியோக்கு லைக் பண்ணுங்கள். இப்போ வாங்க வீடியோக்குள்ளே போகலாம். ഭഗവതി, കാത്തു രക്ഷിച്ചേക്കണേ. നാളെ എന്റെ ഉണ്ണി എത്തും. അവനൊരാപത്തും വരാതെ കാത്തുകൊള്ളണേ. ആ മേനോ സാർ സ്ഥലം മാറ്റം മേടിച്ച് കേരളം വിട്ട് പോണൂന്ന് കേട്ടല്ലോ. ശ്രമിക്കുന്നുണ്ട്. അപ്പോ ഉണ്ണി വരണുണ്ടല്ലേ? അതെ. നിങ്ങളൊക്കെ രാജകുടുംബമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശത്രുക്കള് നിസ്സാരക്കാരല്ല. ഉണ്ണി എത്തിയാ കൊല്ലാൻ തയ്യാറായി നിൽക്കുകയെന്ന് ആ നാട്ടുകാർ പറയണേ. ഭഗവതി തന്നെ തുണ. ലക്ഷ്മി, ഗുരുവായൂരപ്പന്റെ കടാക്ഷം കൊണ്ട് പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു. അത്ഭുതമെന്നല്ലാതെ എന്ത് പറയാന്. ഈ ലോകം മുഴുവൻ എഴുത്തള്ളിയ കേസായിട്ടും ഉണ്ണിയുടെ അഡ്മിഷൻ ശരിയായി. സാക്ഷാൽ ഗുരുവായൂരപ്പൻ മുൻ MP വിശ്വാസാറിന്റെ രൂപത്തിൽ വന്ന് അനുഗ്രഹിച്ചു. ഒരേ നാട്ടുകാരെന്നല്ലാതെ വിശ്വാസാറും ഞാനും തമ്മിൽ എന്താ ബന്ധം? ഒന്നുമില്ല. പണ്ട് മെട്രിക്കുലേഷൻ പരീക്ഷയ്ക്ക് 1ാം റാങ്ക് കിട്ടിയപ്പോൾ മെഡൽ കുത്തി തന്നു, അത്രയേ ഉള്ളൂ. 1ാം റാങ്കുകാരന്റെ മോന് മദ്രാസ് ലോ കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചെന്നില്ലേ പിന്നെ എന്ത് നാട്ടുകാരാടൂ എന്നൊരു ചോദ്യം. അപ്പോഴാ ശ്വാസം നേരെ വീണു. നിന്റെ അഡ്മിഷൻ ശരിയായിട്ടുണ്ട്. സ്റ്റെല്ല മേരി കണ്ടോ? പിന്നെ അവന്റെ ഓട്ടോയിലല്ലായിരുന്നോ യാത്ര മുഴുവൻ? അവൻ അവിടെയും ഓട്ടോ ഡ്രൈവറാ. പിന്നെ നീ ഓർക്കുന്നില്ലേ പണ്ട് എന്റെ കൂടെ ഡൽഹിയിൽ ഉണ്ടായിരുന്ന മാധവനെ? അയാളിപ്പോ മദ്രാസിലാ. അയാളുടെ ക്വാർട്ടേഴ്സിന് അടുത്ത് തന്നെയാ നമ്മുടെ. എല്ലാ സഹായത്തിനും അയാളും കുടുംബവും ഉണ്ടാവും. എന്തിന്റെ സൂക്കേടാ? അച്ഛന്റെ സ്വഭാവം. അച്ഛൻ വയസ്സ് 70 കഴിഞ്ഞു. പലയിടത്തും അടങ്ങി ഒതുങ്ങിയിരിക്കാതെ ഇപ്പോഴും. ഒന്നുകിൽ ആ എന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് വെളിയിൽ. രണ്ട് സംഭവിച്ചു. എന്നെ ഒന്ന് പിടിച്ചു ഉയർത്തടാ. മതി ഇന്നത്തെ പരിശീലനം. നീയൊക്കെ പഠിച്ചോറായി. പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, എന്റെ നാളുകൾ സമാഗതമായിരിക്കുന്നു. പട്ടി തണ്ടി ചെറ്റെ, ഞാൻ രാജാവാണെന്ന് ഓർക്കില്ല. നല്ല വേദന, നല്ല സുഖം. ശിഷ്യന്മാരെ, നമ്മൾ 5 വർഷം കാത്തിരുന്ന ദിവസം നാളെയാണ്. നാളെ ഉണ്ണി വരും. ആയോധന കലകളുടെ മർമ്മം പറഞ്ഞവൻ, എന്റെ അരുമ ശിഷ്യൻ, എന്റെ കൊച്ചുമകൻ. അവൻ വന്നാൽ ഈ നാട്ടിലൊരു ഭൂകമ്പം ഉണ്ടാകും. അതുകൊണ്ട് നാം സജ്ജരായിരിക്കണം. അടിക്കടി, വെട്ടിന് വെട്ട്, കുത്തിന് കുത്ത്, തലയ്ക്ക് തല, കൈക്ക് കൈ, കാലിന് കാല്. തമ്പുരാന് വെറുതെ ഇരുന്ന് പറഞ്ഞാൽ മതി. ഈ തലയും കാലും ഒക്കെ പോണത് ഞങ്ങളുടെ. ശത്രുവിന് കീഴടങ്ങിയ ചരിത്രം ഈ രാജകുടുംബത്തിലില്ല. പ്രത്യേകിച്ച് ഇപ്പൊ രാജഭരണമായിരുന്നെങ്കിൽ ഈ രാജ്യം ഭരിക്കുന്ന ശ്രീമൂലം തിരുനാൾ ഈശ്വരൻ തമ്പുരാൻ. തന്റെ കാലിലെന്താടോ ആണിയുണ്ടോ? ഉണ്ടെങ്കിൽ പറിച്ചുകളാ. മാറത്ത് തറഞ്ഞു കയറി. മോളെ, പാൽക്കഞ്ഞി എടുത്തു വെച്ചോളൂ. കഞ്ഞി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ ഈ പാൽക്കഞ്ഞിയാണ് ഉദ്ദേശിച്ചത്. നാളെ തന്നെ മദ്രാസിലേക്ക് പുറപ്പെടണമെന്നാ പറയുന്നത്. അപ്പൊ ഉണ്ണി പോണ വഴിക്ക് കൂട്ടിട്ട് പോവാത്രേ. അത് നടക്കില്ല. നടക്കണ്ട. കോളേജ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എടോ മേൻ, ഒളിച്ചോട്ടം ഭീരുത്വമാണ്. ഞങ്ങൾ ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ള നല്ല പേടി. പേടിയില്ലായ്മ വിവരക്കേടാ. പക്ഷേ വിവരമില്ലാത്തവർ പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് വിവരമുണ്ട് എന്ന് മറ്റുള്ളവർ കൂടെ തോന്നണ്ടേ? പ്രേമിച്ച് കെട്ടിപ്പിന്നിരുന്ന ഒരു ക്ഷത്രിയനെ കെട്ടാൻ പാടില്ലോടി. അച്ഛൻ ഇത് പറയാൻ തുടങ്ങിയിട്ട് വർഷം 28. അല്ലടി, വർഷം 28 എന്നിട്ട് നീ കേട്ടോടി. മുത്തശ്ശന് ഇപ്പൊ എന്താ പ്രശ്നം? നിന്റെ അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ എനിക്ക് വിവരമില്ലെന്ന്? സത്യത്തിൽ എനിക്ക് വിവരമില്ലേ? ഇല്ല. നീ അങ്ങനെ പറയൂ. നീ മേനോന്റെ രക്തം. പക്ഷെ അവനുണ്ടല്ലോ ഉണ്ണി, അവൻ മേനോന്റെ മോനാണെങ്കിലും ക്ഷത്രിയ രക്തമാണ്. എന്റെ കരളുറപ്പാ. മരിക്കുന്നെങ്കിൽ അംഗം വെട്ടിയും മതി. ഒരു ഒളിച്ചോട്ടത്തിന് ഒരിക്കലും അവൻ തയ്യാറാവില്ല. തെണ്ടിയുടെ ഒടുക്കത്തെ ചവിട്ട് കഞ്ഞി ഇറങ്ങുന്നില്ല.
ചേട്ടാ ഇവനെ ഇരുട്ട് പാപ്പച്ചൻ നമുക്ക് പറ്റിയ ആളാ. അവൻ എത്തിയാലുടൻ ആരും അറിയാതെ ഒറ്റയടിക്ക് തീർത്തോളന്നാ ഇവൻ ഏറ്റിരിക്കുന്നത്. ആരും അറിയാതെയോ? എല്ലാവരും അറിയണം. ഈ നാട് മൊത്തം അറിയണം. ഈ കരിമ്പാറക്ക പ്രഭാകരൻ തമ്പുരാമഠത്തിൽ ഉണ്ണി എന്ന സൂര്യനാരായണവർമ്മയെ കൊന്നെന്ന്. അല്ല ചേട്ടാ, ഒരു സഹായത്തിന്. ഓ എനിക്ക് ഒരു എരപ്പാളിന്റെ സഹായം ആവശ്യമില്ലടാ. ഈ നാട്ടുകാരുടെ മുമ്പിലിട്ട് അവനെ കൊത്തി നുറുക്കാൻ. നാളെ അവനോട് എത്താൻ കാത്തു നിൽക്കണ്ട, അവിടെ ചെന്ന് അവനെ കൊല്ലണം. എന്നാലേ എന്റെ നെഞ്ചിലെ പക തീരൂ. ജയിലാ. ഓ ഇൻട്രോ ദിലീപേട്ടൻ ഇൻട്രോ. കൊച്ചി രാജു. കറക്റ്റ്. മോനെ ഞാൻ സ്ഥലം മാറ്റം വാങ്ങിച്ചു മദ്രാസിലേക്ക്. അവിടുത്തെ ലോ കോളേജിൽ നിനക്കൊരു അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടിട്ടാ കിട്ടിയത്. നീ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, അതെന്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടുമില്ല, എന്നെ വിട്ടേക്ക്. വഴിയിൽ ഉപേക്ഷിക്കാൻ വേണ്ടിയല്ല വളർത്തി വലുതാക്കിയത് മോനെ. കരിമ്പാറക്കാർ കൊടും വാശിയില്ല. അവർക്ക് വേണ്ടത് നിന്റെ ജീവനാ. പകരത്തിന് പകരം നിന്റെ ദേഹത്തൊരു പോറല് വീഴുന്നത് സഹിക്കാൻ കഴിയോടാ ഞങ്ങൾക്ക്. മക്കളോട് മാത്രമല്ല, മക്കൾക്ക് തിരിച്ചുകൊണ്ട് അച്ഛനമ്മമാരോട് ഉത്തരവാദിത്വം. നീ ഞങ്ങളുടെ കൂടെ വരാൻ ഒരുക്കമല്ലേ? ഇനി ഒരിക്കലും ജീവനോടെ ഞങ്ങളെ കാണില്ല. കരിമ്പാറക്കാർ നിന്നെ ഇല്ലാതാക്കും മുമ്പ് വല്ല വിഷവും കഴിച്ച് മരിച്ചിട്ടുണ്ടാവും. നിന്റെ അമ്മയോട് ഇത്തിരി സ്നേഹം ഉള്ളിന്റെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ വരണം ഞങ്ങളോടൊപ്പം. അവസാന ശ്വാസം വരെ കാണണമെന്നുണ്ട്. അതുകൊണ്ടാ, ഞങ്ങൾക്ക് വേറെ ആരുമില്ലടാ. കരയണ്ട, ഞാൻ വരാം. കരയല്ലേ? എന്ന് ചോദിക്കാം. അവനെ എപ്പോ പുറത്തോട്ട് കെട്ടിയെടുക്കുന്നു? ചെല്ലെന്ന്. സൂര്യനാരായണവർമ്മ എപ്പോ റിലീസ് ചെയ്യും? അയാൾ പോയല്ലോ. എന്നടാ അതിന്റെ ഒപ്പം പോയെന്ന്. എങ്ങോട്ട്? അറിയില്ലെന്നെ. വിടരുതവനെ. പണിയെടുക്കും. தலைவரை பாரு. ഓ അയ്യോ, ഈ അടവൊക്കെ ഇവർ എപ്പോ പഠിച്ചത്? ഇത് അടവല്ല, ബ്രേക്ക് ഇട്ടപ്പോ കൈവിട്ട് പോയതാണ്. വണ്ടി എടുത്ത് മാറ്റണം. ശത്രുക്കൾ നേരത്തെ എത്തിയോ? സംഹാരം തുടങ്ങാം. അയ്യോ എങ്ങോട്ടാണോ പന്ന പറന്നാരെ കൊണ്ടുപോയത്? കൊണ്ടുപോയോ? എപ്പോ? നല്ലൊരു അംഗത്തിനുള്ള ചാൻസ് അല്ലേ മിസ്സായത്? എന്റെ 5 വർഷത്തെ തയ്യാറെടുപ്പാണ് വേസ്റ്റ് ആയത്. 5 വത്സരം അവനെ ഏത് പാറാളത്തെ കൊണ്ട് ഒളിപ്പിച്ചാലും ഞങ്ങൾ കണ്ടുപിടിക്കും. കർമ്മം ചെയ്യാൻ ശവം പോലും കിട്ടുകയില്ല. കണ്ടുപിടിക്കാൻ
എല്ലാരും ഇങ്ങനെ എന്റെ പറയാൻ വന്നിട്ട് ഒരു കാര്യമില്ല. കിടന്നു വരാ നീ എയർപോർട്ടിലും ബസ് സ്റ്റാൻഡിലും തപ്പു. സുധാകര നീ ആ റെയിൽവേ സ്റ്റേഷനിൽ പോയി തപ്പു. ആ പോ. வித்யாசாகர் மெஸ்ஸி. എടാ വല്ല വിവരം കിട്ടിയോ? ഇവിടെ എല്ലായിടത്തും നോക്കി എവിടെയില്ല. ഇനി എന്താ ചെയ്യാ? ഹലോ എന്നടാ? ചേട്ടാ ഞാൻ ദിവാകരനാ. ഞങ്ങള് സിറ്റി മുഴുവൻ അരിച്ചു പിറക്കി, ഒരിടത്തും കാണാനില്ല. அவன் பொட்டு போய் சூப்பராக இருந்துச்சு. அந்த ஜெயிலில் இருந்து தான் வந்து பார்த்திங்கன்னா சேட்டன் வந்து பார்த்திங்கன்னா வெளியே வந்தாங்க. அது சூப்பராக இருந்துச்சு. அதுக்கப்புறம் ஃபஸ்ட் எடுத்தோடனே ஜெகதீசன் சார் வந்து பார்த்திங்கன்னா அவங்க சிஸ்டர்கிட்ட வந்து பார்த்திங்கன்னா அடி வாங்குவார். இவர் யாருன்னு சொல்லி கேட்டால் அவங்க ஒய்ஃபோட வந்து அண்ணனா. ஆமாம் அண்ணன் 70 வயசாகிடுச்சு என்னமோ சொல்லி வந்து திட்டிருக்காரு. சரியாக எனக்கு புரியல. லெஜெண்டை வந்து பார்த்திங்கன்னா பார்த்தாலே வந்து பார்த்திங்கன்னா காமெடி தான். இதில் வந்து இவரோட வந்து எப்படி ட்ராவல் பண்ணான்னு சொல்லி தெரியல. 5 வருஷம் கழிச்சு வந்து ஜெயிலில் வர்றாரு. நம்ம பர்ஃபார்மன்ஸ் வந்து பார்த்திங்கன்னா மொத்தமே வந்து பார்த்திங்கன்னா காமிக்கணும்னு சொல்லிட்டு போகிறாங்க. அவர் ரிலீஸ் ஆகி வந்து போயிட்டார். அங்கே போய் வந்து ஒரு பிரச்சனை வந்து பண்ணுறாரு. இது லா காலேஜில் வந்து படிக்க வந்து சீட்டு வந்து கிடச்சிட்டு நீங்கள் அங்கே போகணும் அப்படிங்கிற மாதிரி அவங்க அப்பா வந்து சொல்கிறாரு. அடுத்து என்ன சீன் வரப்போகுது என்னன்னு சொல்லிட்டு தெரியல. வீடியோ பார்த்தா தான் தெரியும். ஓகே, இந்த வீடியோ கண்டிப்பாக உங்களுக்கு பிடிக்குன்னு நினைக்கிறேன். பிடிச்சா மறக்காம அந்த வீடியோக்கு லைக் பண்ணிட்டு நீங்கள் சப்ஸ்கிரைப் பண்ணால் நீங்கள் பார்த்தீங்கன்னா கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். இது போல் நல்ல வீடியோ நெக்ஸ்ட் சந்திப்போம். பாய்.